വളരെ തിരക്കുള്ളൊരു ബസ് സ്റ്റോപ്പിൽ ഒരുപാട് ആളുകൾക്കിടയിൽ നിൽക്കുന്ന സമയത്ത് സാധാരണയായി ഏതൊരാൾക്കും വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയി ഫീൽ ചെയ്യാറുണ്ട്. ട്രാഫിക്കിൻ്റെ തിരക്കും വാഹനങ്ങളുടെ ശബ്ദവും എല്ലാം ചേർന്ന് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത്. എന്നാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിലും വളരെയധികം കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ഒരു മനുഷ്യന് പെരുമാറാൻ പറ്റുമോ? മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജും ആറ്റിറ്റ്യൂഡും കാംനെസ്സും ഒക്കെ അങ്ങനെ ഒരു വ്യക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഭാവിയിലെ വളരെ സക്സസ്ഫുള്ളും റിച്ചുമായിട്ടുള്ള ഒരാളായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഹീ ഈസ് ബോൺ ടു ബി റിച്ച്. ഈ രീതിയിൽ സക്സസ്ഫുൾ ആവാൻ ഭാവിയിൽ സാധ്യതയുള്ള ആളുകളിൽ പൊതുവേൽ കാണുന്ന 5 സൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ദേ ഹാവ് എ തേഴ്സ്റ്റ് ഫോർ നോളജ്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ നടത്തിയൊരു പഠനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് 1000 പേരെ എടുത്തു നോക്കിയാൽ അതിൽ വെറും 5 പേർ മാത്രമേ അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും അവരുടെ പഠനം നിർത്താതെ കണ്ടിന്യൂ ചെയ്തു പോകുന്നുള്ളൂ. നമ്മുടെ ഈ സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും കോളേജ് ഡിഗ്രി മാത്രമാണെന്ന്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ജീവിതകാലം മുഴുവൻ ആ ജോലിയും ചെയ്ത് ജീവിച്ചാൽ മതിയാവും എന്നുള്ളത്. എന്നാൽ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് പഠനം എന്ന് പറയുന്നത് അവരുടെ മരണം വരെ തുടർന്ന് പോവേണ്ട ഒരു പ്രോസസ്സാണ് എന്നുള്ളത്. വെറും ഒരു കോളേജ് ഡിഗ്രി കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ അവരുടെ പഠനം അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ് എന്നുള്ളത്. ഹിസ്റ്ററി നമ്മൾ വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവുന്നൊരു കാര്യമാണ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ദിവസവും പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ മാത്രമേ അവരുടെ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ എന്നുള്ളത്. ജെഫ് ബെസോസ് ഒരു മാഗസിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു പുതിയ കാര്യം പഠിക്കാനായി തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു കുട്ടിയെപ്പോലെയായി മാറുന്നു എന്നുള്ളതാണ്. ഇതിനർത്ഥം അദ്ദേഹം വളരെ ബിഗിനേഴ്സ് മൈൻഡ് കൾട്ടിവേറ്റ് ചെയ്യുന്നു എന്നതാണ്. ഒരു വിഷയത്തെപ്പറ്റി യാതൊരുവിധ അറിവുമില്ലാതെ പുതുതായിട്ടൊരു കാര്യം പഠിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന ഒരു ക്യൂരിയോസിറ്റിയാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് തന്നെ ഇത്തരം സബ്ജക്റ്റീവും അബ്സ്ട്രാക്റ്റുമായിട്ടുള്ള നോളജ് എന്നും അദ്ദേഹം കോൺകർ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ്. ഗ്രീക്കിലെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫർ ആയിട്ടുള്ള പ്ലൂട്ടോ പറഞ്ഞിട്ടുള്ളത് എ ഗുഡ് ഡിസിഷൻ ഈസ് ബേസ്ഡ് ഓൺ യുവർ നോളജ് നോട്ട് ഓൺ യുവർ മാർക്സ്. അതായത് നമ്മളെടുക്കുന്ന ഒരു നല്ല തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ അറിവിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം, അല്ലാതെ നമ്മുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ടല്ല. രണ്ടാമത്തേത് ദേ ഡോണ്ട് സീക്ക് ഫോർ ഇൻസ്റ്റൻറ്റ് റിസൾട്ട്സ്. 2004 US നടന്നിട്ടുള്ള ഒരു റിസർച്ചിൻ്റെ ഫലമായിട്ട് ഒരു സൈക്കാട്രിസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ വെച്ചുകൊണ്ട് ഒരു പരീക്ഷണം നടത്തി. കുട്ടികൾക്ക് ചോക്ലേറ്റ് വേണമോ എന്ന് ചോദിക്കുകയായിരുന്നു. കുട്ടികളെല്ലാം തന്നെ ചോക്ലേറ്റ് വേണമെന്ന് സന്തോഷത്തോടെ പറയുന്നു. അപ്പോൾ സൈക്കാട്രിസ്റ്റ് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചോക്ലേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ചോക്ലേറ്റ് തരാം, എന്നാൽ നിങ്ങൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ചോക്ലേറ്റ് തരാം എന്നുള്ളത്. കുറേ കുട്ടികൾ അപ്പോൾ തന്നെ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് 1 ചോക്ലേറ്റ് വാങ്ങിക്കുന്നു. കുറച്ച് കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നു, എന്നാൽ അവർക്കും അധിക നേരം വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് അവരും 1 ചോക്ലേറ്റ് തന്നെ സ്വീകരിക്കുന്നു. എന്നാൽ ആ ഗ്രൂപ്പിലെ വെറും 5 കുട്ടികൾ മാത്രമേ 1 മണിക്കൂറോളം കാത്തു നിൽക്കാനുള്ള മനസ്സ് കാണിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ആ 1 മണിക്കൂറിന് ശേഷം അവർക്ക് 2 ചോക്ലേറ്റ് അല്ല 10 ചോക്ലേറ്റാണ് ലഭിച്ചത്. എന്നാൽ ഈ റീസേർച്ച് അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. സൈക്കാട്രിസ്റ്റ് ആ കുട്ടികളുടെ എല്ലാം ലൈഫ് ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നു. അവർ ഭാവിയിൽ വളരെയധികം സക്സസ്ഫുൾ ആയത് അതിൽ ആ 5 പേർ മാത്രമായിരുന്നു എന്നുള്ളതാണ് റിസർച്ചിൻ്റെ അവസാനം അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി അപ്പോൾ തന്നെ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ കുട്ടികളെല്ലാവരും തന്നെ അവരുടെ ലൈഫിലും ഇതേ ശീലം തന്നെ തുടർന്നിരുന്നു. അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ഷോർട്ട് ടേം ഗോൾസിനെ മാത്രം നോക്കുകയും ഷോർട്ട് ടേം ബെനിഫിറ്റ്സിൽ മാത്രം അവർ ഫോക്കസ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് വളരെ ആവറേജ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ അന്ന് 1 മണിക്കൂറോളം ചോക്ലേറ്റിന് വേണ്ടി പേഷ്യൻസ് കാണിച്ച ആളുകൾ അവരുടെ ലൈഫ് സ്റ്റൈലിലും ആ പേഷ്യൻസ് ഉപയോഗിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും ലോങ് ടേം ഗോൾസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും ചെയ്തു. ഈ രീതിയിൽ അവരുടെ ലൈഫ് കൂടുതൽ സക്സസ്ഫുൾ ആവുകയും അവർ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തരായി മാറുകയും ചെയ്തിരുന്നു. മൂന്നാമത്തേത് ദേ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ദ നെറ്റ്വർക്ക്. ലോകത്തിൽ എത്ര തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണെങ്കിൽ തന്നെയും അവർക്ക് മറ്റുള്ളവരെ പല കാര്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് വളരെയധികം സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ പല കാര്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം ആ സെലിബ്രിറ്റിയുടെ സക്സസ്സിന് കാരണം ആ ഫാൻസാണ്. ആ ഫാൻസ് വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫെയിലിയറിനും കാരണമാവാനുള്ള സാധ്യതയുമുണ്ട്. ഇതുപോലെ ഒരു എംപ്ലോയി തൻ്റെ ജോബിലും തൻ്റെ കമ്പനിയിലും
അതുപോലെ ഒരു നേതാവ് തൻ്റെ ജനതയിലും ഒരു ബിസിനസ് അതിൻ്റെ കസ്റ്റമേഴ്സിനെയും ഒക്കെ ഒരുപാടധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ് ഏറ്റവും നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ ടീമും അതുപോലെ നെറ്റ്വർക്കും അത്രയേറെ സ്ട്രോങ് ആയിരിക്കണം എന്നുണ്ട്. ലോകത്തിൽ 90% ബിസിനസ്സുകൾ വളരെയധികം സ്ട്രോങ് ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടും മുന്നോട്ട് പോകാനുള്ള കാരണം അവരുടെ വെൽ ഡിഫൈൻഡ് പീപ്പിൾ നെറ്റ്വർക്കാണ്. വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് നമുക്ക് കൈവരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ടീം അത്രമേൽ സ്ട്രോങ് ആയിരിക്കണം. വളരെ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ നമ്മൾ ടീം ഒരുമിച്ച് ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ സസ്റ്റൈനബിൾ ആയിട്ട് സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ ഒരു കാര്യം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നാലാമത്തേത്, ദേ ഡോണ്ട് ബിലീവ് ഇൻ ലക്ക്. ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊന്നും തന്നെ അവരുടെ ലക്കിൽ വിശ്വസിക്കുന്നവരല്ല, മറിച്ച് അവരുടെ സ്മാർട്ട് വർക്കിലാണ് അവർ അവരുടെ സക്സസിൻ്റെ രഹസ്യം മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ സക്സസ് തീരുമാനിക്കുന്നത് നമ്മുടെ ഫെയ്റ്റ് ആണ് എന്നൊരു അബദ്ധധാരണ പലർക്കുമുണ്ട്. എന്നാൽ ഇത് നേരെ തിരിച്ചാണ്. നമ്മുടെ ഫെയ്റ്റ് തീരുമാനിക്കുന്നത് നമ്മുടെ സക്സസ് ആണ് എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എല്ലാം വിധി പോലെ നടക്കൂ എന്ന് കരുതി വിധിയെ ആശ്രയിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ വർക്ക് നമ്മൾ തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കുകയുള്ളൂ. അഞ്ചാമത്തേത്, ദേ ഹാവ് ആൻ ഇൻക്ലിനേഷൻ ടു ഗിവ്. ടിബറ്റൻ ബുദ്ധിസ്റ്റ് മോങ്കായ ദലൈലാമ എപ്പോഴും തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമാണ്, ധനികൻ എന്ന് പറയുന്നത് തൻ്റെ കയ്യിൽ ഒരുപാടധികം പണമുള്ളവനല്ല, മറിച്ച് തൻ്റെ കയ്യിലുള്ള പണത്തിൽ നിന്നും ഒരുപാടധികം മറ്റുള്ളവർക്ക് നൽകുന്നവനാണ് യഥാർത്ഥ ധനികൻ എന്നുള്ളത്. ലോകത്തിലെ ഒട്ടുമിക്ക എല്ലാ മതങ്ങളും തന്നെ ഇതേ കാര്യം തന്നെയാണ് പ്രീച്ച് ചെയ്യുന്നത്. ദാനമായാലും സക്കാത്തായാലും ഭേട്ടായാലും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാടധികം പണമുണ്ടാക്കുക, അങ്ങനെ സക്സസ്ഫുൾ ആവുക എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പണം മാത്രമല്ല സക്സസിൻ്റെ അടിസ്ഥാനം എന്നുള്ളത്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഒരുപാടധികം നമ്മളെ സക്സസ്ഫുൾ ആക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും പണം മറ്റുള്ളവർക്ക് നൽകി സഹായിക്കണം എന്നല്ല, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്ന ഏതൊരു സാഹചര്യത്തിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു രീതിയിൽ നമുക്ക് തന്നെ നല്ലതായിട്ട് തിരിച്ചു വരും എന്ന് വിശ്വസിക്കുക. ഇതിനെയാണ് ലോ ഓഫ് കർമ്മ എന്ന് പറയുന്നത്. നമ്മൾ കാരണം മറ്റൊരാളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയെങ്കിലും വരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ലഭിക്കുന്ന ഒരു സക്സസ് തന്നെയാണ് അത് എന്നുള്ളത്. ഈ രീതിയിൽ നമ്മളിന്ന് സക്സസ്ഫുൾ ആവാൻ സാധ്യതയുള്ള ആളുകളുടെ വളരെ കോമൺ ആയിട്ടുള്ള 5 സൈൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സൈൻസ് ഒന്നും തന്നെ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മുടെ ഉള്ളിൽ ഉള്ളതല്ല, എന്നാൽ നമുക്കിത് പതിയെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന സ്കില്ലുകൾ മാത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇന്ന് തൊട്ട് തന്നെ ഈ 5 കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്നതാണ്.